ജി സുധാകരനെ അവഗണിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ലല്ലോ. ജി സുധാകരൻ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. നല്ല പരിഗണനയാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും അവഗണിക്കുന്ന നിലപാടേ ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഒരു പരിധി നിശ്ചയിക്കുകയാണ്, അത് പാർട്ടി പൊതുവിൽ നിശ്ചയിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനമാണ്, ആർക്കും മാറ്റാൻ കഴിയുന്നതല്ല. 75 വയസ്സായിട്ട് മാറുന്ന കാര്യത്തിൽ പ്രത്യേക സംസാരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. അതുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടാവും, എന്നെ അവഗണിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതേവരെ പാർട്ടിയുടെ പ്രധാനിയായി നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളുടെയും ചിലപ്പോൾ ഉള്ള അവസാന വാക്കായിരിക്കും. ഈ കമ്മിറ്റികളിൽ നിന്നെല്ലാം ഒഴിയാണ് അദ്ദേഹം, മറ്റ് ചുമതലകളില്ലാതെ വരികയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെതായ ഒരു മാറ്റം എപ്പോഴും ഉണ്ടാവും. അത് അവഗണനയല്ല, ഈ വന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളാണ് സുധാകരൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് അതുമായി പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അവിടെയാണ് അവഗണനയുടെ പ്രശ്നം വരുന്നത്. ഒരു അവഗണനയില്ല.